നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പാലക്കാട് നെന്മാറയിൽ വീണ്ടും നാടിനെ നടുക്കി മറ്റൊരു ഇരട്ട കൊലപാതകം കൂടി നടന്നിരിക്കുകയാണ്. പാലക്കാട് നെന്മാറ പോത്തുണ്ടി ബോയൻ കോളനിയിൽ അമ്മയെയും മകനെയാണ് വീട്ടിൽ കയറി വെട്ടിക്കൊലപ്പെടുത്തിയിരിക്കുന്നത്. അയൽവാസി തന്നെയാണ് ഇത്തരത്തിൽ ഒരു ഇരട്ട കൊലപാതകം നടത്തിയിരിക്കുന്നത്. ലക്ഷ്മി 75 വയസ്സ്, മകൻ സുധാകരൻ 56 വയസ്സ് എന്നിവരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. സുധാകരൻ വീടിനകത്തും ലക്ഷ്മി നെന്മാറ ഗവൺമെന്റ് ആശുപത്രിയിൽ എത്തിയ ശേഷവുമാണ് മരിച്ചിരിക്കുന്നത്. ഇതിൽ പ്രതിയായിരിക്കുന്നത് അയൽവാസിയായിട്ടുള്ള ചെന്താമര എന്ന് പറയുന്ന വ്യക്തിയാണ്. കൊലക്കേസിൽ ജാമ്യത്തിലിറങ്ങിയ പ്രതിയാണ് ഇപ്പോൾ അയൽവാസികളെ വെട്ടിക്കൊലപ്പെടുത്തിയിരിക്കുന്നത്. ഇരുവരെയും കൊലപ്പെടുത്തിയ ശേഷം പ്രതി ഓടുകയായിരുന്നു. ഇതുവരെയായിട്ട് പ്രതിയെ കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടില്ല. നെന്മാറ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. കുടുംബവഴക്കാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് പ്രാഥമികമായിട്ടുള്ള പോലീസ് തരുന്ന റിപ്പോർട്ടുകൾ. ഈ പറയുന്ന ഇന്ന് കൊലപ്പെട്ടിട്ടുള്ള സുധാകരൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ഭാര്യ സജിതയെ 5 വർഷം മുൻപ് കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയാണ് ഈ ചെന്താമര എന്ന് പറയുന്ന വ്യക്തി. ചെന്താമര അന്ന് കൊലക്കേസിൽ ജയിലിലായിരുന്നു. 2019 അതായത് ഏകദേശം ഒരു 5 വർഷങ്ങൾക്ക് മുമ്പാണ് അയൽവാസിയായിട്ടുള്ള അജിതയെ ഇത്തരത്തിൽ ചെന്താമര വെട്ടിക്കൊലപ്പെടുത്തുന്നത്. ഈ കേസിൽ ജാമ്യത്തിൽ ഇറങ്ങിയതിനു ശേഷമാണ് അതേ കുടുംബത്തിൽ തന്നെ ഈ അജിതയുടെ ഭർത്താവായിട്ടുള്ള സുധാകരനെയും അതുപോലെ തന്നെ സുധാകരന്റെ അമ്മയെയും പ്രതി കൊലപ്പെടുത്തിയിരിക്കുന്നത്. 4 വർഷത്തിന് ശേഷമാണ് ഇയാൾ ജാമ്യത്തിൽ ഇറങ്ങിയിരിക്കുന്നത്. ചെന്താമരയ്ക്കായുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കിയിരിക്കുകയാണ്. ഈ പറയുന്ന ചെന്താമരയും ഭാര്യയും അകന്നു കഴിയുകയാണ്. തന്റെ ഭാര്യയെ തന്നിൽ നിന്ന് അകറ്റിയത് അജിതയാണെന്ന സംശയത്തിന്റെ പേരിലാണ് ചെന്താമര 5 വർഷങ്ങൾക്ക് മുമ്പ് അജിതയെ കൊലപ്പെടുത്തിയത്. ഈ കേസിൽ വിചാരണ നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രതി 2 മാസം മുമ്പ് ജാമ്യത്തിൽ ഇറങ്ങിയത്. അതിനുശേഷമാണ് ഇപ്പോൾ പ്രതിയായിട്ടുള്ള ചെന്താമര ഇപ്പോൾ ആ വീട്ടിൽ തന്നെ കയറി ഇത്തരത്തിൽ സജിതയുടെ ഭർത്താവായിട്ടുള്ള സുധാകരനെയും സുധാകരന്റെ അമ്മയെയും അതിക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയിരിക്കുന്നത്. ഏതായാലും കുടുംബവഴക്കാണ് കാരണമെന്നാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. അതേ നാട്ടിൽ തന്നെയാണ് വീണ്ടും അതേ കുടുംബത്തിൽ ഒരു ഇരട്ട കൊലപാതകം ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. അതിന്റെ നടുക്കത്തിലാണ് നാട്ടുകാർ മുഴുവനും. പ്രതിക്കായുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കിയിരിക്കുകയാണ്. കഴിഞ്ഞ ഒരാഴ്ച മുമ്പാണ് ഇത്തരത്തിൽ കൊച്ചിയിൽ ചേന്നമംഗലത്തും മറ്റൊരു കൂട്ടക്കൊലപാതകം കൂടെ നടന്നിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ ഏകദേശം ഒരു വ്യാഴാഴ്ചയായിരുന്നു നാടിനെ നടുക്കിയ കൂട്ടക്കൊല നടന്നത്. ഒരു വീട്ടിലെ 3 പേരെ ഇത്തരത്തിൽ അയൽവാസി എന്ന് പറയുന്ന ഋതു വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. അന്ന് ഉഷ, മകൾ വിനീഷ, ജിതിൻ, വേണു എന്നിവർക്കാണ് വെട്ടേറ്റത്. അതിൽ ജിതിൻ ഒഴികെ 3 പേരും പറവൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയവേ തന്നെ മരിക്കുകയായിരുന്നു. പ്രതി ലഹരിക്ക് അടിമയാണെന്നും മാനസിക പ്രശ്നങ്ങൾ ഉണ്ടെന്ന വാർത്തകൾ അന്ന് പ്രചരിച്ചിരുന്നു. എന്നാൽ പോലീസ് ഇത് തള്ളുകയായിരുന്നു. തലക്കടിയേറ്റ വിനീഷയുടെ ഭർത്താവ് ജിതിൻ ഇപ്പോഴും അതീവ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലെ വെന്റിലേറ്ററിലാണ്. ആദ്യം പുറത്തിറങ്ങിയ വിനീഷയെ തലക്കടിച്ച് വീഴ്ത്തി പിന്നാലെ ഉഷയെയും വേണുവിനെയും ആക്രമിക്കുകയായിരുന്നു. ജിതിന്റെ തലക്കടിക്കുകയും വെട്ടി പരിക്കേൽപ്പിക്കുകയും ചെയ്തിരുന്നു. മക്കളുടെ മുൻപിലിട്ടാണ് അന്ന് ഇത്തരത്തിൽ അയൽവാസിയായിട്ടുള്ള ഋതു ഇവരെ കൂട്ടക്കൊലപാതകം നടത്തിയത്. ഏതായാലും അതിന്റെ തെളിവെടുപ്പൊക്കെ കഴിഞ്ഞ ദിവസമാണ് പൂർത്തിയായത്. അതിനിടയിൽ തന്നെയാണ് കേരളത്തിൽ ഇപ്പോൾ അയൽവാസിയുടെ ആക്രമണത്തിൽ ഇപ്പോൾ വീണ്ടും ഒരു കൂട്ടക്കൊലപാതകം കൂടെ നടന്നിരിക്കുന്നത്.